പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളുമായി പാർട്ടി നേതാക്കൾ ബന്ധം പുലർത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി PM നിയാസ്. ഏത് പാർട്ടി നേതാവാണെങ്കിലും പ്രതികളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള നടപടിയുണ്ടാകും. നേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ദോഷം വരാത്ത രീതിയിൽ പരിഹരിക്കും. പെരിയ കല്യാണ വിവാദത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കുമെന്നും കെപിസിസി അന്വേഷണ സമിതി അംഗം കൂടിയായ PM നിയാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലപാതകം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഇഷ്യൂവാണ്. അതിലെ പ്രതികളുമായി ചേർന്ന് ഏത് തരത്തിലുള്ള ഒരു സൗഹൃദവും പാർട്ടി പ്രവർത്തകരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കാസർഗോഡെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ കാലാകാലങ്ങളായുള്ള ചില വ്യക്തിപരമായ ഇഷ്ടാനുഷ്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില വിഭാഗീയ പ്രവർത്തനങ്ങളും അവിടെ നേരത്തെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും കാസർഗോഡ് ഒന്ന് സ്ഥിതി ശാന്തമാക്കേണ്ടതുണ്ട്. അവിടെ ജനപ്രിയനായ MP ആണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും മാധ്യമരംഗത്ത് പോലും ഏറ്റവും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പെരിയ ബാലകൃഷ്ണൻ. രണ്ടുപേരും പാർട്ടിയുടെ അസറ്റാണ്. ആ അസറ്റായ അവർക്ക് പ്രയാസമുണ്ടായെങ്കിൽ അത് പരിശോധിച്ച് അവർ രണ്ടുപേരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അവിടെ പെരിയ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതികളുമായുള്ള സൗഹാർദ്ദം അല്ലെങ്കിൽ അവരുമായുള്ളൊരു ബന്ധം അത് ഏത് പാർട്ടി നേതാവിനാണെങ്കിലും അത് അവസാനിപ്പിക്കാനുള്ള തീരുമാനമുണ്ടാകും. അത്തരത്തിൽ തുടരുന്ന നേതാക്കന്മാർക്കെതിരെ പാർട്ടി അതിശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവിടെ പോയി പരിശോധിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഏതായാലും ഇക്കാര്യത്തിൽ കൃത്യവും വ്യക്തവും പാർട്ടിക്ക് സമൂഹ മധ്യത്തിൽ മോശമില്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനാണ് ഞങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. സിനോജ് തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ. സിനോജ്, എന്തുകൊണ്ടാണ് പാർട്ടി നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടും തുടർന്നും ഈ രീതിയിലുള്ള ഒരു സൗഹൃദം തുടർന്നത് എന്നത് വിശദീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അന്വേഷണ റിപ്പോർട്ട് തയ്യാറാകുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ PM നിയാസ് തുറന്നു പറയുന്നത്? സുജയ പാർവതി, ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകം കോൺഗ്രസിനെ സംബന്ധിച്ച് വൈകാരികമായ വിഷയമാണ്. അങ്ങനെ ഒരു വൈകാരികമായ വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ കാസർകോട്ടെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും വിവാദങ്ങളും വന്നിരിക്കുന്നത്. അവിടുത്തെ MP രാജ്മോഹൻ ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്കാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ബാലകൃഷ്ണൻ പെരിയ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ കൊലപാതക കേസിലെ പ്രതിയുമായി രാത്രികാലത്ത് സംസാരിച്ച് നിൽക്കുന്ന ഒരു ചിത്രം സഹിതമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. താൻ പാർട്ടിയിൽ നിന്ന് ഉണ്ണിത്താന് വേണ്ടി രാജിവെക്കുന്നു, വരത്തനായ ഉണ്ണിത്താൻ കാസർകോട്ടെ കോൺഗ്രസിലെ ആളുകളെ പരസ്പരം തല്ലിച്ചു തുടങ്ങിയ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നത്. ഈ ഇരട്ടക്കൊലപാതക കേസിൽ 1000 രൂപ പോലും ഉണ്ണിത്താൻ ചെലവഴിച്ചില്ല. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ബാലകൃഷ്ണൻ പെരിയ ഉന്നയിച്ചത്. പക്ഷേ 1.5 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഇടപെട്ട പോസ്റ്റ് പിൻവലിച്ചിരുന്നു. അതിനുശേഷമാണ് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ കൈവിട്ടു പോകുന്ന കേസാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് KPCC ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. 2 അംഗ കമ്മീഷനാണ്. ആ 2 അംഗ കമ്മീഷൻ നാളെ തന്നെ കാസർഗോഡ് എത്തുകയും ഈ 2 നേതാക്കളിൽ നിന്ന് വിശദീകരണം തേടുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ കമ്മീഷൻ അംഗം പറയുന്നത് എത്ര മുതിർന്ന നേതാവാണെങ്കിലും ഈ കേസിലെ, അതായത് കോൺഗ്രസ് വൈകാരികമായി കാണുന്ന കേസിലെ, ഏറെ വിവാദമായ കേസിലെ പ്രതികളുമായി ഏതെങ്കിലും തരത്തിൽ സൗഹൃദം പങ്കിട്ടാൽ അല്ലെങ്കിൽ ആ ചങ്ങാത്തം തുടർന്നു കഴിഞ്ഞാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. ഈ ആരോപണ സ്ഥാനത്തുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അവിടുത്തെ MP ആണ്. 2ാം വട്ടവും മത്സര രംഗത്ത് ഇറങ്ങിയ വ്യക്തിയാണ്. ആരോപണം ഉന്നയിച്ചതും അവിടുത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. 2 പേരും പാർട്ടിക്ക് വേണ്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ 2 നേതാക്കളെയും പറഞ്ഞ് മനസ്സിലാക്കി ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുമെന്നാണ് ഈ കമ്മീഷൻ അംഗം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിവാദം തുടങ്ങുന്നത് തന്നെ ഈ കേസിലെ ഒരു പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് പ്രമോദ് പെരിയ എന്ന് പറയുന്ന ഒരു നേതാവ് പങ്കെടുത്തതാണ് വിവാദത്തിന് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തെ പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരുന്ന കേസ് ഉൾപ്പെടെ പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട്, അണികൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് തേടിയ ശേഷം വിശദമായ റിപ്പോർട്ട് KPCCക്ക് നൽകും. ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. കാരണം 5 വർഷം മുൻപ് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എത്തുകയും വലിയൊരു വിജയം അവിടെ സമ്മാനിക്കുകയും വീണ്ടും 2ാം വട്ടം മത്സര രംഗത്ത് ഇറങ്ങുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇങ്ങനൊരു വലിയൊരു വിവാദം ഉണ്ടായിരിക്കുന്നത്. ഈ കമ്മീഷൻ അംഗം തന്നെ പറയുന്നു, കാസർകോട്ടെ നേതാക്കൾക്കുള്ളിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസമാണ് ഇങ്ങനെ മറനീക്കി പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് രാജ്മോഹൻ ഉണ്ണിത്താനും അവിടെയുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ വരത്തൻ എന്നൊക്കെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർത്ത് രമ്യമായി പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഇനി സാധിച്ചില്ലെങ്കിൽ അങ്ങനെ അവരുടെ നിലപാടുമായി മുന്നോട്ട് പോകുന്ന നേതാക്കൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് KPCC കമ്മീഷൻ നൽകുന്നത്. സുജയ.